In this video, we are going to discuss data frames in Python. Pythonile data frames എന്താണെന്ന് നോക്കാം. Data frame is defined as a standard way to store data that has two indexes, that is row index and column index. അപ്പോൾ data frame എന്ന് പറയുന്നത് it's a data structure that works with two-dimensional array. അതായത് ഒരു റോയും ഒരു കോളവുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് ആണ് നമ്മൾ ഡേറ്റാ ഫ്രെയിമിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റാ ഫ്രെയിം നമുക്കൊരു ലിസ്റ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡിക്ഷണറിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ടു ക്രിയേറ്റ് ഡേറ്റാ ഫ്രെയിംസ് ഫ്രം ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഡേറ്റാ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ പാൻഡാസ് ലൈബ്രറി യൂസ് ചെയ്യണം. പാൻഡാസ് ലൈബ്രറിയാണ് ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറി. അതിനകത്തെ ഡേറ്റ ഫ്രെയിം ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താണ് നമ്മളൊരു ലിസ്റ്റ് ഒരു ഡേറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ ഡേറ്റ ഫ്രെയിം ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത് പാൻഡാസ് ലൈബ്രറിയിലാണ്. അപ്പം നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിൽ പാൻഡാസ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഡേറ്റ ഫ്രെയിം ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു ലിസ്റ്റ് നമുക്ക് ഡേറ്റ ഫ്രെയിമായിട്ട് മാറ്റുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഡേറ്റ ഫ്രെയിം ഓഫ് എന്ന് പറയുന്ന മെത്തേഡാണ്. അത് പാൻഡാസ് ലൈബ്രറിയിലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് പാൻഡാസ് ആസ് PD പാൻഡാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക്. അതിൻ്റെ അലിയാസ് ആണ് PD. അപ്പോൾ നമ്മൾ പാൻഡാസ് ഡോട്ട് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് പിന്നെ PD ഡോട്ട് ഡേറ്റ ഫ്രെയിം ഓഫ് എന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ലിസ്റ്റിൻ്റെ പേര് ഡേറ്റ എന്നാണ്. അതിനകത്ത് 2 ഐറ്റംസ് ആണുള്ളത്, ആപ്പിൾ, ഓറഞ്ച്. ഇതിനെയാണ് നമ്മളൊരു 2-dimensional റെപ്രസെൻറ്റേഷനായിട്ട് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഡേറ്റ ഫ്രെയിം ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ഫ്രെയിമിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് DF. അതിപ്പോൾ DFന് ഇടണമെന്നില്ല. ഡേറ്റ ഫ്രെയിമിന് നമ്മൾ എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വേരിയബിൾ നെയിം ഞാൻ കൊടുക്കുക. അപ്പം ഞാനിവിടെ DF എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ DF ഇസ് ഈക്വൽ ടു PD ഡോട്ട് ഡേറ്റ ഫ്രെയിം ഓഫ് നമ്മുടെ ലിസ്റ്റിൻ്റെ പേര്. ആ ഡേറ്റ എന്ന് പറയുന്ന ലിസ്റ്റാണ് നമ്മളിതിനകത്ത് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ പാൻഡാസ് ലൈബ്രറിയിൽ ഈ ഡേറ്റ ഫ്രെയിം ഓഫ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അത് പെർഫോം ചെയ്യും. അങ്ങനെ ഡേറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ പ്രിൻറ്റ് DF കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഒരു ഡേറ്റ ഫ്രെയിം ആയിരിക്കും. ഇവിടെ നോക്കി 2 റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും ഉണ്ട്. ഇതിനകത്ത് ഇപ്പം ഒരു ലിസ്റ്റിനകത്ത് ആപ്പിൾ, ഓറഞ്ച് അത് ഒരു കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. 2 റോ ആയിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലിസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് ഡേറ്റ ഫ്രെയിം ആക്കി മാറ്റുന്നത്. ഇനി നൗ ലെറ്റ്സ് സീ ഹൗ ടു ക്രിയേറ്റ് ഡേറ്റ ഫ്രെയിംസ് ഫ്രം ഡിക്ഷണറി. ഡിക്ഷണറിയിൽ നിന്ന് എങ്ങനെയാണ് ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അതിനും ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പാൻഡാസ് ലൈബ്രറിയിലെ ഡേറ്റ ഫ്രെയിം ഓഫ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ട് പാൻഡാസ് ആസ് PD. പാൻഡാസിനെ നമ്മൾ PD എന്ന് പറയുന്ന അലിയാസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തു. ദെൻ ഡേറ്റ, അതായത് നമ്മുടെ ഡിക്ഷണറിയുടെ പേര് ഡേറ്റ എന്നാണ്. അപ്പോൾ ഡിക്ഷണറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഒരിക്കൽ കൂടി പറയാം. ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ആദ്യത്തെ കീ എന്ന് പറയുന്നത് നെയിമാണ്. നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആയതുകൊണ്ടാണ് ഇവിടെ ഡബിൾ കോട്ട്സിൽ ഇട്ടിരിക്കുന്നത്. കീ ഫുൾ കോളൻ. ഇനി ഒരു ഐറ്റമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് വെറുതെ ഐറ്റം ഇങ്ങനെ ലിസ്റ്റായിട്ട് കൊടുക്കണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് 4 ഐറ്റംസ് ഉണ്ട്. അതൊരു ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റ് ആയതുകൊണ്ട് ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ്. അപ്പോൾ ടോം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം ജാക്ക്, തേർഡ് ഐറ്റം സ്റ്റീവ്, ഫോർത്ത് ഐറ്റം റിക്കി. അപ്പോൾ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പം നെയിം എന്ന് പറയുന്നത് കീ ആണ്. അതിനകത്തെ വാല്യൂസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനുള്ളിൽ 4 ഐറ്റംസ് ഉണ്ട്. ഇനി അടുത്ത കീ എന്ന് പറയുന്നത് മാർക്സ് എന്ന് പറയുന്ന കീ ആണ്. അതൊരു സ്ട്രിങ് ആണ്. അതുകൊണ്ടാണ് ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ഫുൾ കോളൻ. ദെൻ അതിനകത്ത് 4 ഐറ്റംസ് ആണുള്ളത്, മാർക്സ്. അപ്പം അത് ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കേണ്ട. ആ ലിസ്റ്റ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ നമ്മുടെ ഡിക്ഷണറിയുടെ ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഡിക്ഷണറി ക്രിയേറ്റ് ആയി. ഇനി ഈ ഡിക്ഷണറിനെയാണ് നമ്മൾ ഡേറ്റ ഫ്രെയിം ഓഫ് എന്ന് പറയുന്ന മെത്തേഡിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ ഫ്രെയിമിൻ്റെ വേരിയബിൾ ഇതാണ്. ഡേറ്റ ഫ്രെയിം ഈ വേരിയബിൾ നെയിമിൽ DF എന്ന് പറയുന്ന വേരിയബിൾ നെയിമിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു PD ഡോട്ട് ഡേറ്റ ഫ്രെയിം ഓഫ് ഡേറ്റ. അപ്പോൾ ഡേറ്റ എന്നുള്ളത് നമ്മുടെ ഡിക്ഷണറിയാണ്. ഇനി ഇത് പ്രിൻറ്റ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അതായത്
നെയിം, മാർക്സ്. ഈ രണ്ട് കീഴ്സ് കോളംസ് ആയിട്ട് വന്നു. ഇനി ടോം, ജാക്ക്, സ്റ്റീവ്, റിക്കി. അപ്പോൾ അവരുടെ കറസ്പോണ്ടിങ് മാർക്സും റെപ്രസെൻ്റ് ആയി. ഇങ്ങനെയാണ് നമ്മളൊരു ഡിക്ഷണറീനെ ഡേറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. താങ്ക് യു.